ഇപ്പോ വളരെ ലേറ്റായി. അതുകൊണ്ട് എൻ്റെ ഒരു സുഹൃത്തിന്റെ ഗസ്റ്റ് ഹൗസിൽ ഈ ക്ലൈമറ്റ് എനിക്ക് അലർജിയാണ്. പക്ഷേ സംഗതികളെല്ലാം അറിഞ്ഞപ്പോ വരാതിരിക്കാനും പറ്റില്ലല്ലോ. ഒക്കെ ഞാൻ അറിഞ്ഞു. സ്വന്തം ഭാര്യയുടെ രോഗവിവരം എല്ലാവരും എന്തിനും എന്നിൽ നിന്ന് ഒളിപ്പിച്ചത്? ഡസന്റ് മാറ്റർ. ഓർമ്മശക്തിയില്ലേ പോയുള്ളൂ. എനിവേ, അവളുടെ ജീവനൊന്നും പറ്റിയില്ലല്ലോ. അവൾക്കിപ്പോ ആവശ്യം ബെറ്റർ ട്രീറ്റ്മെന്റാ. വെറും ഒരു MBBS ഡോക്ടറുടെ ചികിത്സ കൊണ്ട് മാറുന്ന അസുഖമല്ല അവളുടേത്. നാളത്തേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും ഒരു എഫിഷ്യന്റ് ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റും ഫിക്സ് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എവിടെ അവൾ? Where is she? എന്നെ അറിയോ? ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. പക്ഷേ എനിക്ക് നിന്നെ തിരിച്ചറിയാം. കൊള്ളാം, നാടകം നന്നായി. നിന്റെ വേഷവും. യു പ്ലേഡ് വെരി വെൽ. യെസ്, വെൽ ഡൺ. I appreciate you. പക്ഷേ ഇന്നുകൊണ്ട് എല്ലാ വേഷവും അവസാനിപ്പിച്ചിരിക്കണം. നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊണ്ടുപോയിരിക്കും. Yes, at any cost I will take you back. It's a challenge. ഈ മനുഷ്യ പ്രതിമയെ ചിരിപ്പിക്കുകയോ ചലിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് 5000 രൂപ ഇനാം. അതെ, വെറും 5 രൂപ ടിക്കറ്റിലൂടെ 5000 രൂപ. ഞങ്ങളുടെ ഇന്നത്തെ ഷോ അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും നന്ദി. ഞങ്ങളുടെ ഇന്നത്തെ പ്രോഗ്രാം ആച്ചി നിങ്ങൾ എല്ലാവരും ബന്ധാണ്. താങ്ക്സ്. എന്താ ഇവിടെ? അയാള് വന്നു. നാളെ എന്നെ കൊണ്ടുപോകും. എനിക്ക് ഉറപ്പാ, കൊല്ലും അയാൾ എന്നെ. ഞാൻ എന്താ ചെയ്യാ? ധൈര്യമായിട്ടിരിക്കുക. അങ്ങനെ കൊല്ലാൻ ഞാൻ വിട്ടുകൊടുക്കില്ല. എന്റെ ജീവൻ കളഞ്ഞിട്ടായാലും ഞാൻ കാക്കും. ഞാൻ കൂടെ ഉണ്ട്. ധൈര്യമായിട്ടിരിക്കുക. മിസ്റ്റർ സിദ്ധാർത്ഥൻ അല്ലേ? എനിക്കറിയാം, എന്നെ തിരക്കി നീ ഇവിടെ എത്തുമെന്ന്. സാർ, ആ കുട്ടിയാകെ പേടിച്ചിരിക്കുക. വെറും പാവമല്ലേ ഇത്? ഈ ഒരു അവസ്ഥയിൽ അവരെ കൊണ്ടുപോകരുത്. കോമാളി വേഷത്തിൽ വന്ന് സെന്റിമെന്റ്സോ? കൊള്ളാം. വിദൂഷകന്റെ വേഷവും കിട്ടി ഒരു കാശുകാരി പെണ്ണിനെ വശത്താക്കിയതും പോരാ, ഇപ്പോ അവക്ക് രക്ഷകനായും വന്നിരിക്കുന്നു. അതെ, രക്ഷകൻ തന്നെയാ. അവരുടെ പൂർണ്ണ സമ്മതമില്ലാതെ ഈ കൊടകിന്ന് തനിക്ക് അവരെ കൊണ്ടുപോകാൻ പറ്റില്ല. എന്നെ കൊന്നിട്ടല്ലാതെ. യെസ് യെസ്, യു ആർ കറക്റ്റ്. ലോകത്തിന്റെ ഏത് മൂലയിൽ കൊണ്ട് ഒളിപ്പിച്ചാലും അവൾ നിന്നെ തേടിയെത്തും. അപ്പൊ എന്ത് വേണം? യെസ്, യു മസ്റ്റ് ഡൈ. നിന്നെ കൊല്ലാനുള്ള അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഒരു പാവം കുടകൻ.
കൊല്ലടായി പട്ടിയെ. ഒരു ഊരിനൊരു ഗ്രാമം ശാപമായാൽ അതിനെ ചുട്ടിരിക്കണം. ഒരു ഗ്രാമത്തിനൊരു കുടുംബം ശാപമായാൽ അതിനെയും, ഒരു കുടുംബത്തിനൊരു വ്യക്തി ശാപമാണെങ്കിൽ അവനെയും.